വഖഫ് ഭേദഗതി ബില്ലിൽ ആദ്യം മുതൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായ ഒരു ചോദ്യമാണ് ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത്. ചോദ്യം: ദേവസ്വം ബോർഡിൽ അന്യമതസ്ഥർ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് വഖഫ് ബോർഡിൽ അന്യമതസ്ഥരെ ഉൾപ്പെടുത്തുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ദേവസ്വം ബോർഡിൽ എൻ്റെ അറിവിൽ ഹിന്ദുവിൻ്റെ സ്വത്തുക്കൾ മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ, അന്യമതസ്ഥരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാരണം, ഇനി അഥവാ ദേവസ്വം ബോർഡ് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും സ്വത്ത് തർക്കങ്ങൾ അന്യമതസ്ഥരുമായി ഉണ്ടായാൽ അത് സിവിൽ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയും. എന്നാൽ വഖഫ് ബോർഡുകളുടെ കാര്യം നേരെ മറിച്ചാണ്. വഖഫ് ബോർഡ് കൈയടക്കി വെച്ചിരിക്കുന്നതിൽ സർക്കാർ സ്വത്തുക്കളും സ്വകാര്യ സ്വത്തുക്കളും സ്ഥാപനങ്ങളുടെ സ്വത്തുക്കളും ഉൾപ്പെടുന്നു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 40,951 കേസുകളാണ് വഖഫ് ട്രിബ്യൂണലുകളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത്. ഇതിൽ 9,942 കേസുകൾ മാത്രമേ മുസ്ലിം വിഭാഗക്കാരുടേത് ആയിട്ടുള്ളൂ. അതായത് മുസ്ലിം വിഭാഗക്കാരേക്കാൾ 4 ഇരട്ടിയിലേറെ കേസുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നതും അന്യമതസ്ഥരുടേതാണ്. കൂടാതെ വഖഫ് തർക്കങ്ങളിൽ അവസാന വാക്ക് വഖഫ് ട്രിബ്യൂണലിൻ്റേതാണ്. സിവിൽ കോടതികൾക്ക് ട്രിബ്യൂണലിന് മുകളിൽ അധികാരമില്ല. വഖഫ് ആക്ട് 40 സെക്ഷൻ ട്രിബ്യൂണലിനെതിരെ അപ്പീൽ അവകാശം നിഷേധിച്ചിരിക്കുന്നു. വഖഫ് ബോർഡിൽ അന്യമതസ്ഥർ വേണ്ട എന്ന പിടിവാശിക്കാർ വഖഫ് ബോർഡ് കൈയടക്കി വെച്ചിരിക്കുന്ന അന്യമതസ്ഥരുടെ സ്വത്തുക്കൾ അവർക്ക് വിട്ടുകൊടുക്കുമോ എന്ന് വ്യക്തമാക്കണം. അന്യന്റെ സ്വത്തുക്കൾ കൈയടക്കി വെച്ചിട്ട് അതെല്ലാം ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന വഖഫ് ബോർഡിന്റെ ശാഠ്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കോഴിയുടെ സംരക്ഷണം കുറുക്കനെ ഏൽപ്പിക്കാൻ മനസ്സില്ല എന്ന് ചുരുക്കം. വഖഫ് ബോർഡിൽ അന്യമതസ്ഥരെ ഉൾപ്പെടുത്തുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമായി എന്ന് കരുതുന്നു.